ഹലോ, ഹാപ്പി തിരുവോണാശംസകൾ എല്ലാവർക്കും. ഞാനിന്ന് വിശ്വാസിൻ്റെ സദ്യ മിക്സാണ് മേടിച്ചത്. ഓണമായിട്ട് ഞാൻ ഒരു കുഞ്ഞു പൂക്കളമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ദേ സദ്യ മിക്സ് തുറക്കുക. അതിനകത്ത് ഫ്രണ്ടിൽ തന്നെ ദേ അങ്ങനെ അവരുടെ ഒരു വെൽക്കം കിറ്റ് പോലെ ഇങ്ങനെ കുറച്ച് നോട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു, ഒരു വിഷസ് പോലെ. അത് കഴിഞ്ഞിട്ട് വരുന്നത് അതെ ഒരു പേപ്പർ വാഴയിലയാണ്. സത്യം പറഞ്ഞാൽ ഒത്തിരി കറികളുണ്ടായിരുന്നു. പപ്പടം നമ്മൾ മറക്കണമായിരുന്നു, പക്ഷേ പപ്പടം ഉണ്ടായിരുന്നു. ദെൻ കണ്ടോ ചിപ്സ്, പിന്നെ ശർക്കര വരട്ടി, ഹൽവ ഉണ്ടായിരുന്നു. ആൻഡ് ദേ നമ്മുടെ ജിലേബി ഉണ്ടായിരുന്നു, ശർക്കര വരട്ടി, പിന്നെ പച്ചടി. പിന്നെ ഞാനിങ്ങനെ ഓരോന്നായിട്ട് കാണിക്കേണ്ടിയില്ലല്ലോ, ഒത്തിരി കറികളുണ്ടായിരുന്നു. ഇഞ്ചിക്കറിയും പുളിയിഞ്ചിയും പണ്ട് സെപ്പറേറ്റ് ഉണ്ടായിരുന്നു. ഓലനുണ്ടായിരുന്നു, പച്ചടി, കിച്ചടി, സാമ്പാർ, അവിയൽ, തോരൻ എല്ലാം ഉണ്ടായിരുന്നു. പറയാണ്ടിരിക്കാൻ വയ്യ, എല്ലാത്തിനും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഇത് 5 ഫീസ്റ്റാണ് വിശ്വാസിൻ്റെ. അപ്പം എന്താ പറയുക, നല്ലൊരു ഫുഡായിരുന്നു. അപ്പോൾ ഈ അയർലൻഡിലൊക്കെ ഉള്ളവർക്ക്, ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് നമുക്കിങ്ങനെ ഒരു ഒക്കേഷന് പെട്ടെന്നൊരു ഫുഡ് ഇങ്ങനെ ഉണ്ടാക്കണം, പക്ഷെ നമുക്കിങ്ങനെ കുക്ക് ചെയ്ത് മെനക്കെടാൻ വയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ് കോഴ്സ് മേടിക്കാവുന്നതാണ്. ആൻഡ് ഇത് എന്തോ ജാപ്പനീസ് ടെക്നോളജിയോ അങ്ങനെ എന്തോ വെച്ചിട്ട് ചെയ്യുന്നതാണ്. സോ നമുക്ക് എന്താ പറയുക, സേഫായിട്ട് കഴിക്കാമെന്നാണ് പൊതുവെ പറയുന്നത്. ഇവിടെ പൊതുവെ എല്ലാവരും ഫ്രോസണാണ് മേടിക്കാറ് സദ്യ. സോ അതുകൊണ്ട് നമുക്ക് സേഫായിട്ട് മേടിക്കാൻ പറ്റുന്നതാണ്. ആൻഡ് എന്താ പറയുക, നമുക്ക് ഇവിടെ കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും വൃത്തിയായിട്ടുള്ള ഫുഡാണ് നമ്മൾ മേടിക്കുന്നതിൽ. അങ്ങനെ ഞാൻ എന്താ പറയുക, മനസ്സ് നിറഞ്ഞു എനിക്ക്. സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് ഫുഡുണ്ടായിരുന്നു. ഉപ്പ് വരെ ഉണ്ട്, കണ്ടോ അതെ, എല്ലാം ഉണ്ടായിരുന്നു. അതെ, അത് കഴിഞ്ഞ് ഞാനൊരു പായസം ഉണ്ടാക്കിയായിരുന്നു. ആക്ച്വലി 2 പായസം ഇവരുടെ വരുന്നുണ്ട്, പരിപ്പ് പായസവും അടപ്രഥമനും. പിന്നെ അല്ലാതെ ഞാനൊരു പാലട കൂടെ ഉണ്ടാക്കി എനിക്കൊരു ഇഷ്ടത്തിന്. അപ്പോൾ ഞാൻ മൊത്തം 3 പായസം കൂടെ കൂട്ടിയാണ് ചോറ് കഴിച്ചത്. കണ്ടില്ലേ പാത്രം നിറഞ്ഞിരിക്കുന്നത്. പാത്രമല്ല, ഇല നിറഞ്ഞിരിക്കുകയാണ്, അത്രയും കറികളുണ്ടായിരുന്നു.